ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾ, ആ നിലപാടുകളും അവരുടേതായ ആ തീരുമാനങ്ങളും ഒക്കെ തന്നെ ഈ രാജ്യത്തെ പിന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിച്ചു, മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അവരുടെയൊക്കെ തന്നെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഇന്ന് അത്തരക്കാരുടെ പാവങ്ങളുടെ കീശയിൽ നിന്നും പണമെടുത്തുകൊണ്ട് കുത്തക മുതലാളിമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ ഗവൺമെന്റ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ, ഭരണം വിട്ടുപോകുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ഗ്യാസിന്റെയും പെട്രോളിന്റെയും ഡീസലിന്റെയും വില എത്രയാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ അത് ക്രമാതീതമായി വർദ്ധിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങൾ അതിന്റെ മേൽ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നമുക്ക് ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം. ഈ രണ്ട് ഗവൺമെന്റുകളും പരാജയമാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലേക്ക് വന്നാൽ പിണറായി സർക്കാർ ഈ രാജ്യത്തിന്റെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ കാർഷിക മേഖലയിൽ, അതുപോലെ വ്യാവസായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ തന്നെ തകർന്നടിഞ്ഞ ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് പണം കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കേരള സംസ്ഥാനത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല. നിരവധിയായ നേതാക്കന്മാരിവിടെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി തൊട്ടടുത്ത് തന്നെ അദ്ദേഹം കലാപ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ഏറെ പ്രിയങ്കരനായ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനുമായിട്ടുള്ള പ്രിയപ്പെട്ട അബ്ദുൽ കരീം ചേരേരി അവർകളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഇരിക്കൂറിന്റെ MLA ഏറെ ബഹുമാനനായ സജീവ് ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. AICC മെമ്പർ ഏറെ ബഹുമാനായ ശ്രീ VA നാരായണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീ TNA ഖാദർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ മാധവൻ മാസ്റ്റർ, അതുപോലെ തന്നെ ശ്രീ രേതു നാറാദ്, ശ്രീ ജയകൃഷ്ണൻ, ശ്രീ റജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടുത്തെ സംഘാടക ഈ അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ പ്രിയങ്കരനായ ജനറൽ കൺവീനർ ബാലകൃഷ്ണൻ മാസ്റ്റർ, CMBയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ CA അജിൻ, അതുപോലെ തന്നെ CMBയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുനിൽ, അതുപോലെ തന്നെ അഴീക്കോട് നിയോജക മണ്ഡലം അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു ഉമ്പർ, അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്കരനായ മുൻ മേയർ ശ്രീ TO മോഹനൻ, മറ്റ് നേതാക്കന്മാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നവരുടെ ഏറെ ബഹുമാനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ജനറൽ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ അബ്ദുൽ കരീം ചേലേരി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ജയ്. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹധന്യരായ സഹോദരി സഹോദരന്മാരെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും നമുക്കൊക്കെ ബഹുമാന്യനുമായ ശ്രീ K സുധാകരൻ അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിയോജക മണ്ഡലം പര്യടനമാണ് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ വെച്ച് ഇന്ന് ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ
രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഒട്ടേറെ നേതാക്കന്മാർ സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും ഇവിടെ നമ്മോട് സംസാരിക്കാനുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ ഇക്കാലം അത്രയും അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിഭിന്നമായതാണ്. 76 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് സ്വദേശാഭിമാനികളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാരും ആയിരക്കണക്കിന് വരുന്ന രാജ്യസ്നേഹികളും അവരുടെ ജീവനും രക്തവും നൽകിക്കൊണ്ടാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധീനന്മാരിൽ നിന്ന് തങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടാണ് മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാർ മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മൗലാന അബുൽ കലാം ആസാദും മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ധീരോദാത്തമായിട്ടുള്ള പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ ശ്രീ സിദ്ദീഖ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യാൻ. അങ്ങനെ മഹാന്മാരായിട്ടുള്ള നേതാക്കന്മാരും ആയിരക്കണക്കിന് പ്രവർത്തകന്മാരും അവരുടെ ജീവൻ ബലി കൊടുത്ത് നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതിനു ശേഷം ഇന്ത്യക്ക് പ്രജാപ്രഭുത്വം അംഗീകരിക്കപ്പെട്ട 1950 ജനുവരി 26 വരെയുള്ള കാലയളവിൽ ഭാവി ഇന്ത്യ എങ്ങനെ ആകണമെന്നത് സംബന്ധിച്ചിട്ടുള്ള വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളിൽ മുഴുകിയപ്പോ രാഷ്ട്രശില്പികളായിട്ടുള്ള ആളുകൾ ലോകത്തെ തന്നെ ഏറ്റവും ഔന്നിത്യപൂർണമായിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചു. ആ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ്. ആ ഭരണഘടനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ്. എന്നാൽ 2024 നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ എത്രമാത്രം അപമതിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൌരവത്തിൽ പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഈ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയിട്ട് നിയമനിർമ്മാണ സഭയെ നോക്കുകുത്തിയാക്കിയിട്ട് ദോശ ചുടുന്ന ലാഘവത്തോടു കൂടിയാണ് രാജ്യത്ത് നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരായി ശബ്ദിക്കുന്ന ആളുകളെ നിശബ്ദരാക്കുകയും രാഷ്ട്രീയ പ്രതിയോഗികളെ സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളുടെ മുൾമുനയിൽ നിർത്തി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുക. അതിന്റെ തുടക്കം ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടായിരുന്നു. പിന്നീട് ഒട്ടേറെ പാർലമെന്റ് അംഗങ്ങളെ വളരെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയും നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ കാണുകയുണ്ടായി. അപ്പൊ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മതേതരത്വ മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ ഫാസിസ്റ്റുകളും ചെയ്തതുപോലെ തങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചടുലമായിട്ടുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഇത് തനിക്കും തന്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള ആളുകൾക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ഈ രാജ്യത്തെ ഏകാധിപത്യപൂർണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരായി 2024 തെരഞ്ഞെടുപ്പ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്നുള്ള
ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 7 വർഷമായി തുടർന്നു വരുന്ന ജനദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തുകൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അതിന് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികളും വിജയിച്ചു വരണം. ആ സ്ഥാനാർത്ഥികൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ KPCCയുടെ ആദരണീയനായ പ്രസിഡന്റ്, നമുക്കൊക്കെ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരൻ അവർകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗതകാല ചരിത്രം, അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം അതൊക്കെ നന്നായി ബോധ്യമുള്ള കണ്ണൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അങ്ങനെ വിജയശ്രീലാളിതനായി വരുമ്പോ അദ്ദേഹത്തിന് തന്റെ ഒരു വോട്ട് കൈപ്പത്തി അടയാളത്തിൽ നൽകി എന്നുള്ള സായുജ്യവും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ആകമാനം അദ്ദേഹത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ വളരെ വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ KPCCയുടെ ആദരണീയനായ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സിദ്ദീഖ് അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. ജയ് UDF. ഏറെ പ്രിയപ്പെട്ട UDF കമ്മിറ്റിയുടെ ചെയർമാൻ, ബഹുമാന്യനായ ചേലേരി, ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലനായ പോരാളിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ പോരാട്ടത്തിന്റെയും പ്രതിരോധത്തിന്റെയും പോർമന കൂടിയായിട്ടുള്ള ബഹുമാന്യനായ ശ്രീ കെ സുധാകരൻ MP അവർകൾ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കൾ, ബഹുമാന്യനായ UDFന്റെ സ്ഥാനാർത്ഥി പരിഗണന പരിപാടി ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്ത് വിശ്വാസത്തിന്റെ ദീപ്തമായിട്ടുള്ള അന്തരീക്ഷമുള്ളതായിരിക്കുന്ന സ്ഥലത്ത് വിജയത്തിലേക്ക് ആവേശത്തോടുകൂടി കടന്നുപോകുന്ന പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ MPയുടെ പരിഗണന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ അനൽപമായ സന്തോഷവും ആഹ്ലാദവും. സുദീർഘമായ സംസാരത്തിലേക്കൊന്നും കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യം കടന്നുപോകുന്ന വലിയ അപകടകരമായ സാഹചര്യം ഒരിക്കൽ പോലും ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഒരു ഭരണകൂടവും ചെയ്യാത്തതായ അധികാരപ്രമത്തത മുഴുവൻ ജനാധിപത്യ സംവിധാനത്തെയും പാർട്ടികളെയും മുഴുവൻ കടന്നാക്രമിച്ച് ചവിട്ടിമതിച്ച് ഭരണകൂടം മുന്നോട്ട് പോകുന്ന ആസുരതയുടെ ഒരു കാലഘട്ടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ആ ആസുരതയുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ നൃശംസതയ്ക്കെതിരെ, അധികാരത്തിന്റെ ദല്ലാളന്മാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ, അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നത് രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ദൌത്യമാണ്. ED ആകട്ടെ, CBI ആകട്ടെ, ആദായ നികുതിയാവട്ടെ, ഏത് ഉപകരണങ്ങളാകട്ടെ, ആ ഉപകരണങ്ങൾ മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും എന്ന് പരീക്ഷണം നടത്തി ഓരോ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. കോൺഗ്രസിന് രണ്ടാമത്തെ നോട്ടീസും ഈ രാജ്യത്തെ ആദായ നികുതി പ്രദാനം ചെയ്തു. ആദ്യത്തെ നോട്ടീസിൽ നിന്ന് കോൺഗ്രസ് മറികടക്കും എന്നുള്ള ഘട്ടമെത്തിയപ്പോ രണ്ടാമത്തെ നോട്ടീസും കൊടുത്തു. ഒരിക്കൽ പോലും അക്കൌണ്ടിൽ നിന്ന് ഒരു നയാ പൈസ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാതെ തെരഞ്ഞെടുപ്പിനെ
എങ്ങനെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഉപകരണമായി ആദായ നികുതി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് ആദായ നികുതിയാണെങ്കിലും ED ആണെങ്കിലും നരേന്ദ്രമോദിയാണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങളെയും UDFന്റെ പ്രവർത്തകന്മാരെയും ഉപയോഗിച്ചു ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മർദ്ദന ഉപകരണങ്ങളെയും മറികടക്കാനുള്ള ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിക്കും എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാജ്യം ഇതുപോലെ കടന്നുപോയ ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നായകൻ, ഇന്ത്യ മൂവ്മെന്റിന്റെ നായകൻ, UDFന്റെ നായകൻ എന്ന് ചോദിച്ചാൽ 56 മണിക്കൂർ കുടുസായ മുറിയിൽ ED ചോദ്യം ചെയ്ത 19 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോ ആ താക്കോൽ ഏൽപ്പിച്ച് പടിയിറങ്ങി വീണ്ടും ആ വീട്ടിലേക്ക് കടന്നുപോയ, രാജ്യവ്യാപകമായി 2 യാത്രകൾക്ക് നേതൃത്വം കൊടുത്ത് രാജ്യത്തിന്റെ ഹൃദയ സ്പന്ദനങ്ങൾ മുഴുവൻ ആവാഹിച്ചെടുത്ത ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ കാശ്മീരകത്ത് സംസാരിച്ചതിന്റെ പേരിൽ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യാൻ നേതൃത്വം കൊടുത്ത, ഇന്ത്യ രാജ്യത്ത് 6 മാസക്കാലം പ്രതിപക്ഷ നേതൃനിരയിലെ പ്രധാനപ്പെട്ട നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ നേതൃത്വം കൊടുത്തപ്പോ സൂറത്ത് HH വർമ്മയുടെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിന്യായത്തെ തുടർന്ന് 6 മാസം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ട, എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും അവസാനം ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ഇടനെഞ്ചിലേക്ക് ഉയർത്തിയതായ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരൽ 1 ഇഞ്ച് താഴ്ത്തില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ കനപ്പിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഞങ്ങൾ വീണ്ടെടുക്കും, ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിക്ക് പിൻബലം കൊടുക്കാനാണ്, ആത്മബലം കൊടുക്കാനാണ് പ്രിയപ്പെട്ട ശ്രീ K. സുധാകരൻ MP പാർലമെന്റിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, CPIMന്റെ പ്രധാനപ്പെട്ട നേതൃത്വമാരാണ്, പ്രധാനപ്പെട്ട പ്രചാരകനാരാണ്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരൊറ്റ കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും വെച്ച്, അസംബ്ലിയിൽ എവിടെയെങ്കിലും വെച്ച്, അസംബ്ലിക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് കൃത്യമായി ഉച്ചരിച്ച് അദ്ദേഹത്തിനെതിരായി ഒന്ന് നാവെടുത്ത് സംസാരിക്കാൻ നട്ടെല്ല് കാണിക്കാത്തതായ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ ഏറെ ദുഃഖമുണ്ട്, ഏറെ സഹതാപമുണ്ട്. പ്രതിയോഗികളെ പേരെടുത്ത് വിളിക്കാൻ, അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളെ കൃത്യതയോടുകൂടി വിമർശിക്കാൻ നാവ് പൊങ്ങാത്തതായിരിക്കുന്ന ഭരണകൂടം കേരളത്തിൽ നേതൃത്വം കൊടുക്കുമ്പോ ആ ഭരണകൂടത്തോടുകൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ നിങ്ങൾ ഈ രാജ്യത്ത് BJPയെ പ്രതിരോധിക്കും? ഇന്ത്യ രാജ്യത്ത് 543 സീറ്റിൽ കേവലം 60-ൽ പരം സീറ്റിൽ 60ഓളം സീറ്റുകളിൽ മത്സരിച്ച് അതിൽ ഇന്ത്യ രാജ്യത്ത് 1ഓ 2ഓ ഏറി വന്നാൽ അത് കേരളത്തിൽ നിന്നല്ല, കോൺഗ്രസ് പിന്തുണയോടുകൂടി അന്യ സംസ്ഥാനത്ത് നിന്ന് ജയിച്ച് ഈ പാർലമെന്റിലേക്ക് കടന്നു പോകുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചിഹ്നത്തെയാണെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യത്തെയാണ്, രാജ്യത്തെ ഭരണഘടനയാണ്, ഇന്ത്യ രാജ്യത്തെയാണ് എന്നുള്ളത് കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ പോരാട്ടത്തിൽ, രാജ്യത്തെ കാക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കടന്നു വരുമ്പോ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ സീറ്റിൽ നിന്ന് ഞാനുണ്ട് പിന്തുണ എന്ന് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കാനുള്ള അസുലഭമായ ഭാഗ്യം ശ്രീ K. സുധാകരൻ MPക്ക് വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചാട്ടൂളി മുളയുള്ള വാക്കുകളും അതുപോലെ പ്രവർത്തകന്മാരെയും ജനാധിപത്യ വിശ്വാസികളെയും ചേർത്ത് നിർത്തി എല്ലാ ജനാധിപത്യ പ്രതിരോധങ്ങൾക്കും ആക്കം കൂട്ടാൻ മാസ്മരിക ശക്തിയോടുകൂടി ഇടപെടുന്നതായ ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ്
അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആദരണീയനായ KPCC പ്രസിഡന്റ് K. സുധാകരൻ അവർ സംസാരിക്കും. പ്രിയ നേതാക്കളെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇന്ന് ആരംഭിക്കുകയാണ്. കുറെ ദിവസങ്ങളായി സംഘടനാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പല ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും കാലാകാലങ്ങളിൽ നമ്മൾ നടത്തുന്ന ഈ യാത്ര ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ മനസ്സിലേറെ ആശ്വാസമുണ്ട്. കാരണം ഒരു ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക. ഇനി ഏറെ ദിവസം ഈ ജയിലും കൊണ്ട് നടക്കണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് മനസ്സിലാക്കുന്നത്. കാരണം സംസാരിക്കേണ്ട കാര്യമില്ല. ഉദ്ഘാടകൻ സിദ്ദിഖ് ചാട്ടൂളി പോലെ ഈ ചെറിയ വാക്കുകളിൽ എല്ലാം അടങ്ങുന്ന ഒരു പ്രസംഗം അദ്ദേഹം ചെയ്തു. നിങ്ങളെല്ലാം അനുഗ്രഹവും നിങ്ങളെല്ലാം സഹായവും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് കിട്ടും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. മാർട്ടിൻ ACCയുടെ പ്രസിഡന്റാണ്. അങ്ങയുടെയുള്ള വിജയമാണ് എന്റെ വിജയം എന്നങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പായിട്ട് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് എന്താണ് ഇതിന്റെ പ്രസക്തി എന്നതിനെ കുറിച്ച് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷേ അത് കൺവേ ടു പബ്ലിക്. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ജയിക്കണം? ഇവിടെ ജയിക്കുന്നില്ലെങ്കിൽ നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ BJPയുടെ CPMന്റെ ശക്തി ആളുകൾ കൂടും, BJPക്കാർ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ജനാധിപത്യ മതേതര ശക്തിയും സ്വഭാവവും ഈ നാടിന് നഷ്ടപ്പെടുന്നിടത്ത് ഈ നാട് പോകും. തടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടക്കത്തിലെ അതിനെ തടുത്തു നിർത്തി പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ രാജ്യത്ത് പോകും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് തുടക്കം കുറിക്കാൻ അനുവദിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ജനങ്ങളെ മുമ്പിൽ എന്തുകൊണ്ട് UDF ജയിക്കണം, എന്തുകൊണ്ട് K. സുധാകരന്റെ കൈച്ചിഹ്നത്തിന് വോട്ട് ചെയ്യണം എന്നത് നിങ്ങൾ സാങ്കേതികമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേണം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. പ്രചരണത്തിന് പോയാൽ ഇറങ്ങിപ്പോകാൻ. അങ്ങനെ അതിനുശേഷമേ പോകാവൂ. അല്ലാതെ ധൃതി പിടിച്ചൊരു കത്തും കൊടുത്ത് നിങ്ങൾ പിരിഞ്ഞു പോകരുത് എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. മനസ്സിലാക്കിക്കണം. കാരണം സാധാരണക്കാരായ ആളുകൾക്കൊന്നും അതിന്റെ ഗൗരവം അറിയില്ല. ഗൗരവം നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ഉണ്ടാവില്ല, മതേതരത്വം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ നമ്മളെല്ലാം ദുഃഖിക്കേണ്ടി വരും. ആ ദുഃഖം വരാതിരിക്കാൻ ഒന്ന് മനസ്സ് വെച്ച് എല്ലാ ആളുകളും ഗൃഹസന്ദർശനം നടത്തി വീടുകളിലെ വോട്ടർമാരെ കണ്ട് അവരെ ഒരു ക്യാൻവാസ് ചെയ്ത് അവർക്കൊരു ക്ലാസ് കൊടുത്ത് എന്തുകൊണ്ട് UDF ജയിക്കണം, അതിന്റെ ഒരു രാഷ്ട്രീയ വശം വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോകാൻ പ്രചരണ ദിവസവും പ്രചരണ സമയവും നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ പര്യടന പരിപാടി ഇവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇവിടെ മറ്റ് നേതാക്കന്മാർ, MLA സജി ജോസഫ് ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട്. സമയക്കുറവുണ്ട്. അവരെല്ലാവരും സംസാരിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. ഈ ചടങ്ങ് നന്ദി പറയുന്നതിന് വേണ്ടി ബാലകൃഷ്ണൻ മാസ്റ്റർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പരിപാടി, ഉദ്ഘാടന പരിപാടി ഭംഗിയാക്കി തീർത്ത മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
ആസന്നമായിരിക്കുന്ന കണ്ണൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ കണ്ട സമ്പന്നമായ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധികളുന്ന നാം അറിയുന്ന, നമ്മെ അറിയുന്ന, നാടിനെ അറിയുന്ന, നാടിന്റെ നാടി സ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ, നാട്യങ്ങളില്ലാത്ത നാടിന്റെ ജനനായകൻ, നന്മയുടെ കൂട്ടുകാരൻ കെ സുധാകരന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി എന്ന മുന്നടയാളത്തിൽ നിങ്ങളുടെ മനസ്സെന്ന മാണിക്യക്കൊട്ടാരത്തിലെ രാജാധികാരങ്ങൾ വിനിയോഗിച്ച് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളെ നേരിൽ കണ്ട് വട്ടത്തെത്തിക്കുവാനുമായി ഈ നാടിന്റെ ജനകീയനായ സാരഥി, ഈ നാടിന്റെ കരുത്തനായ സാരഥി, ഈ നാടിന്റെ കർമ്മോത്സുകനായ സാരഥി കെ സുധാകരൻ ഇതാ നിങ്ങളെ നേരിൽ കാണുവാനായി, നിങ്ങളെ നേരിൽ കണ്ട് വട്ടത്തെത്തിക്കുവാനായി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തുറന്ന വാഹനത്തിൽ നിറപുഞ്ചിരിയും കൂപ്പുകൈകളുമായി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതുവഴി കടന്നു വരികയാണ്. Hello. Check. Hello. ബഹുമാനനായ അബ്ദുൽ കരീം ചേലൂർ സാഹിബ് ഒന്ന് സ്ഥാനാർത്ഥിയുടെ വാഹനത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിവിടെ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾക്കും അനുഗ്രഹ ആശീർവാദങ്ങൾക്കുമെല്ലാം ഒരായിരം നന്ദിയും കിടപ്പാടും തന്റെ വലതുകരം നെഞ്ചോടമർത്തി പിടിച്ചർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ ജനകീയനായ സാരഥി കഴിഞ്ഞ 5 വർഷക്കാലം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം വികസന വിപ്ലവത്തിന് നേതൃത്വം നൽകി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തെ വികസനത്തിന്റെ പന്ഥാവിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈ നാടിന്റെ കരുത്തനായ സാരഥി കെ സുധാകരന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ദിനമായ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളെ നേരിൽ കണ്ട് വട്ടത്തെത്തിക്കുവാനുമായി ഈ നാടിന്റെ പ്രിയങ്കരനായ സാരഥി കെ സുധാകരൻ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ തുറന്ന വാഹനത്തിൽ നിറപുഞ്ചിരിയും മുപ്പുകൈകളുമായി ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ഒരു നാടിന്റെ പ്രവർത്തന മേഖലയിൽ പുതിയ പാത വെട്ടിത്തെളിച്ചുകൊണ്ട് ഒരു നവയുഗത്തിന്റെ പ്രതീക്ഷകൾക്ക് വെള്ളിച്ചമേകിയ ഈ നാടിന്റെ പ്രശ്നങ്ങളെ തന്റെ ഹൃദയം കൊണ്ട് തട്ടറിഞ്ഞ ജനകീയ സാരഥി, നാടിന്റെ നാനോന്മുഖ വികസന പ്രവർത്തനങ്ങളിൽ കയ്യൊപ്പ് ചാർത്തിയ കർമ്മയോഗി, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സാരഥി കെ സുധാകരന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ അർപ്പിക്കുന്ന സ്നേഹമാണ് പ്രിയരെ എന്റെ സമ്പാദ്യം, നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമാണ് പ്രിയരെ എന്റെ വിജയം, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളാണ് എന്റെ പ്രവർത്തനങ്ങളുടെ പിൻബലം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാം സ്നേഹത്തിനും വിശ്വാസത്തിനും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾക്കുമായി ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട സതീർത്ഥൻ കടന്നു വരികയാണ്. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഒരു തുറന്ന വാഹനത്തിൽ തുറന്ന മനസ്സുമായി നിറപുഞ്ചിരിയോടെ വിനയത്തോടെ വിനീതനായി ഇതാ നിങ്ങളുടെ സതീർത്ഥൻ കടന്നു വരികയാണ്. കെ സുധാകരൻ കടന്നു വരികയാണ്. നിങ്ങളെ നേരിൽ കാണുവാനായി ആ ജനനായകൻ കടന്നു വരികയാണ്. മാറ്റുരച്ചു നോക്കാൻ പറ്റാത്ത മാറ്റത്തിന്റെ മാറ്റുലിയമായി ജനഹൃദയങ്ങളെ തൊട്ടുണർത്തിയ വികസനത്തിന്റെ വീരനായകൻ കെ സുധാകരൻ അഭിമാനത്തോടെ കടന്നു വരികയാണ്. ചാരിതാർത്ഥ്യത്തോടെ കടന്നു വരികയാണ്. അതേ തന്റെ അമ്മമാരുടെ അരികിലേക്ക്, തന്റെ കൂട്ടുകാരുടെയും കൂട്ടപ്പിറപ്പുകളുടെയും അരികിലേക്ക്, തന്റെ ഗുരുനാഥന്മാരുടെ അരികിലേക്ക് ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട യുവതർക്കി കടന്നു വരികയാണ്. കെ സുധാകരൻ കടന്നു വരികയാണ്. പ്രിയരെ, നിരവധി ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ നാടിൻ ജനഹൃദയങ്ങളിൽ ഒരു മന്ത്രധ്വനി പോലെ പൊട്ടിക്കൊള്ളുന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം, ശിവജിയും നാൻസിയും പരമഹംസന്മാരും ഒരുമിച്ച ഈ ഭാരത മണ്ണിൽ അക്ബറും ഔറംഗസീബും ജഹാൻ
ജഹാംഗീറും അന്വർത്ഥമാക്കിയ ഈ ഭാരത മണ്ണിൽ നാനാത്വത്തിൽ ഏകത്വം, നാനാജാതി മതസ്ഥരെല്ലാം ഒന്നായിക്കൊണ്ട് ഭാരത സംസ്കാരത്തിന്റെ പൈതൃകം കാക്കുന്ന ഐക്യജനാധിപത്യ